സ്റ്റാർട്ട് ചെയ്യാം. സോ ദ പീരിയഡിനകത്ത് ഇത് മസ്കുലയിൽ വരുന്ന സ്ഥിരം കുറെ ചോദ്യങ്ങളുണ്ട്. ആദ്യം വരുന്നത് കൺജനൈറ്റൽ ക്ലബ് ഫുട്ട് എന്താ? എക്സാമിന് എപ്പോഴും സ്ഥിരമായിട്ടുള്ള ചോദ്യം വരും, ഉറപ്പാണ്. ഇത് കൃത്യമായി തന്നെ പഠിക്കുക. എന്താണ് ദ കൺജനൈറ്റൽ ക്ലബ് ഫുട്ട് എന്ന് പറയാൻ എന്താ? എന്തായിരിക്കും? ഒരു ചോദ്യം അല്ലേ? എല്ലാ എക്സാമിനും ഒരു ചോദ്യം കണ്ടിട്ടുണ്ടോ? എല്ലാ എക്സാമിനും ഒരു ചോദ്യം കണ്ടിട്ടുണ്ടോ? ഒരു ചോദ്യം. എല്ലാ സ്റ്റാഫ് എക്സാംസിനകത്തും ഒരു ചോദ്യം ഇതുണ്ടായിരുന്നു. വരാറുണ്ടോ? എല്ലാ സ്റ്റാഫ് നേഴ്സ് എക്സാമിനും ഒരു ചോദ്യം ഇവിടെ വരും, ഉറപ്പായും വരും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് റെക്കോർഡിംഗ് ആക്കാന്ന് പറഞ്ഞത്. എന്താണ് ദ ക്ലബ് ഫുട്ട് എന്ന് പറയുന്നത്? എന്താണ് ദ ക്ലബ് ഫുട്ട് എന്ന് പറയുന്നത്? ഫൂട്ടിന്റെയും ആംഗിളിന്റെയും കൺജനൈറ്റൽ ആയിട്ടുള്ള ഡിഫോമിറ്റി ആണോ? ഫൂട്ടിന്റെയും ആംഗിളിലും ഉണ്ടാകുന്ന, ഫൂട്ടിന്റെയും ആംഗിളിലും വരുന്ന കൺജനൈറ്റൽ ആയിട്ടുള്ള ഡിഫോമിറ്റി ആണോ ഈ പറയുന്ന കൺജനൈറ്റൽ ഫൂട്ട്? ആണോ? ഫൂട്ടിന്റെയും ആംഗിൾ വരുന്ന ഡിഫോമിറ്റി അല്ലേ? ഫൂട്ടിന്റെയും ആംഗിൾ വെറുതെ അല്ല, കൺജനൈറ്റൽ ആയിട്ട് വരുന്ന ഡിഫോമിറ്റി പറയുന്നത് പേരെന്താ? ക്ലബ് ഫുട്ട് അല്ലേ? ഫൂട്ടിലും ആംഗിളിലും വരുന്ന കൺജനൈറ്റൽ ഡിഫോമിറ്റി പറഞ്ഞ പേരെന്താ? ക്ലബ് ഫുട്ട് എന്ന് വിളിക്കാം. നമുക്ക് ഇവിടെ എപ്പോഴും എക്സാമിൽ ചോദ്യം ആംഗിൾ ഫൂട്ട് മനസ്സിലായി? എവിടെ എല്ലാവർക്കും ആംഗിളിലും ഫൂട്ടിലും മനസ്സിലായല്ലോ? വേറെ എവിടെയുമല്ല, ആംഗിളിലും ഫൂട്ടിലല്ലേ? ശരിയല്ലേ? ആംഗിളിലും ഫൂട്ട് മാത്രമല്ലേ? ശരിയാണല്ലോ? ഓർമ്മയ്ക്ക് രണ്ട് കാര്യം, ആംഗിളിലും ഫൂട്ടിലും മാത്രമല്ല വരുന്നത്. ആംഗിളിലും ഫൂട്ടിലും മാത്രമല്ല എപ്പോഴും ക്ലബ് ഫുട്ട് വരുന്നത്. ശരിയല്ലേ? അത് ഓർമ്മിക്കുക. കണ്ടു കാണാം. ഈ പറഞ്ഞ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കാണുന്ന ഒരു ചരിവുണ്ടോ? കുഞ്ഞ് ജനിച്ച ഒരു സമയത്ത് ആദ്യം ചരിവുണ്ടായിരിക്കും. ഒരു 2-3 വയസ്സ് വരെ ഉണ്ടായിരിക്കും. ഒരു ചെറിയ ആർച്ച് പോലെ, ചരിവുണ്ടായിരിക്കും. അത് നോർമൽ അല്ലേ? അത് നോർമൽ അല്ലേ? കുഞ്ഞ് ജനിച്ച ശേഷം ഒരു 2 വയസ്സ് ഒരു കാലിൽ ചെറിയ ചരിവില്ലേ? അത് നോർമൽ. അത് കണ്ടുകൊണ്ടായിരിക്കില്ല? നോർമൽ അത്. കുഞ്ഞ് ജനിച്ച 2-3 വയസ്സ് വരെ കാലിൽ ചെറിയൊരു ചരിവ് ഉണ്ടായിരിക്കും. അത് നോർമലാണ്. പക്ഷെ അത് എപ്പോഴാ ഈ പറഞ്ഞ ഇത് ക്ലബ് ഫുട്ട് എപ്പോഴാവുന്നത്? എപ്പോ ഈ 2 വയസ്സ് കഴിഞ്ഞു, 3 വയസ്സ് കഴിഞ്ഞു, 5 വയസ്സായിട്ടും കാലിന്റെ പാദമൊക്കെ ചരിഞ്ഞിരുന്നതല്ലേ? ആ കുട്ടി നടക്കുന്ന സമയത്ത് കാലിന്റെ പാദമൊക്കെ ചരിഞ്ഞിരുന്നതല്ലേ? ഈ പറഞ്ഞ 8 വയസ്സായി, 3 വയസ്സായി, 5 വയസ്സും കഴിഞ്ഞിട്ട് കുട്ടി നേരെ നടക്കാൻ പറ്റാതല്ലിരിക്കും അല്ലേ? സോ ഡിഫോമിറ്റി പഠിക്കുമ്പോൾ നമുക്ക് കാണാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ കുറച്ച് ടേംസ് ഉണ്ട്. ഇതിനകത്ത് കൺജനൈറ്റൽ ക്ലബ് ഫുട്ട് അത് പറയുന്ന ടേംസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ ടേംസ് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈപ്പ് ഏതാ? ക്ലബ് ഫുട്ടിന്റെ ഫസ്റ്റ് ടൈപ്പ് ഏതാ? എവിടെയെങ്കിലും ഇത് ടെലിപ്പസ് എന്നുണ്ടെങ്കിലും, എവിടെയെങ്കിലും ടെലിപ്പസ് വാക്കട്ടുണ്ടെങ്കിലും, എവിടെയെങ്കിലും ടെലിപ്പസ് ഏതുണ്ടോ? ടെലിപ്പസ് അർത്ഥം വാക്ക് അർത്ഥം എന്താ? ടെലിപ്പസ്. ടാലസ് എന്താ? ടാലസ് മീൻസ് ആംഗിൾ അല്ലേ? ടെലിപ്പസ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാലസ് മീൻസ് ആംഗിൾ അല്ലേ? ടെലിപ്പസ് എന്ന വാക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാലസ് മീൻസ് ആംഗിൾ അല്ലേ? ആംഗിൾ അല്ലേ? ആൻഡ് പെസ് എന്താ? ആൻഡ് ലാസ്റ്റ് വരുന്ന വാക്ക് പെസ് എന്താ? ഫൂട്ട് അല്ലേ? ടാലസ് മീൻസ് എപ്പോഴും ആംഗിളും ആൻഡ് പെസ് മീൻസ് ഫൂട്ടും അല്ലേ? ടാലസ് മീൻസ് എപ്പോഴും ആംഗിളും പെസ് മീൻസ് എന്താ? ഫൂട്ടുമാണ്. അപ്പൊ ഇത് രണ്ടും ചേർന്ന് വരും അല്ലേ? ആംഗിളും ഫൂട്ടും ചേർന്ന് വരുന്ന ഏതാ? ടെലിപ്പസ് അല്ലേ? ആംഗിളിലും ഫൂട്ടിലും ഒരുപോലെ ചേർന്ന് വരുന്ന എപ്പോഴെന്താ? ടെലിപ്പസ് അല്ലേ? ആംഗിളിലും ഫൂട്ടിലും ഒരുപോലെ ചേർന്ന് വരുന്ന ഡിഫോമിറ്റി ഏതാ? ആംഗിളിലും ഫൂട്ടിനും ഒരുപോലെ ചേർന്ന് വരുന്ന ഡിഫോമിറ്റി പറയുന്ന പേരെന്താ? ടെലിപ്പസ്. ക്ലിയർ? ഫസ്റ്റ് കാര്യം കിട്ടിയല്ലോ? കിട്ടി. ആംഗിൾ ഫൂട്ട് മനസ്സിലായല്ലോ? ആംഗിൾ മീൻസ് ടാലസ്, പെസ് മീൻസ് ഫൂട്ട്. ആംഗിൾ ഫൂട്ടും ഒരുമിച്ച് വരുന്ന ഡിഫോമിറ്റി പറയുന്നത് എന്താ? ടെലിപ്പസ് എന്ന് വിളിക്കാം.
ഇത് ഇങ്ങനെ എടുത്തത്, ഇങ്ങനെ എടുത്തത് കുട്ടി ജനിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇത് ട്രോമ കാരണമാണോ? കുട്ടി ജനിക്കുമ്പോൾ എന്തെങ്കിലും ഇത് ട്രോമ കാരണം വരുന്നതാണോ? അല്ലല്ലോ, അല്ല. ഒരു ട്രോമ ഇല്ലല്ലോ, ഒരു ട്രോമയില്ല. പക്ഷെ ഇത് കൺജനിറ്റൽ ആയിട്ട് ഒരു ട്രോമ ഒന്നും ഇല്ലാതെ തന്നെ, ഒരു ട്രോമയും ഇല്ലാതെ ദ കൺജനിറ്റൽ ആയിട്ട് എന്ത് ചെയ്യും? ഫൂട്ടിന്റെ ദ ഡീവിയേഷൻ അല്ലേ? ശരിയല്ലേ? ഫൂട്ടിന്റെ ദ ഡീവിയേഷൻ വരും, ശരിയല്ലേ? തന്നെ ഫൂട്ട് എത്ര രീതി മൂവ് ചെയ്യാം? ഫൂട്ട് എത്ര രീതി മൂവ് ചെയ്യാൻ പറ്റും? 4 ടൈപ്പ് അല്ലേ? ഫൂട്ട് നമുക്ക് എപ്പോഴും 1, 2, 3, 4 തിരിച്ചൂടെ? ഫൂട്ട് എപ്പോഴും 4 രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റില്ലേ? ഫൂട്ട് എപ്പോഴും 4 രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ ടെലിപ്പസ് എന്തായിരിക്കും? എന്തായിരിക്കും ടെലിപ്പസ്? എന്തായിരിക്കും? 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 ടെലിപ്പസ് തന്നെ 4 ടൈപ്പിലെപ്പോ ഫൂട്ട് 4 രീതി വന്നു കഴിഞ്ഞാൽ ടെലിപ്പസ് 4 ടൈപ്പ് ഇല്ലേ? ടെലിപ്പസ് 4 ടൈപ്പ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. എക്സാമിന് ചോദ്യം ഉണ്ടായിരുന്നു. ടെലിപ്പസ് 4 ടൈപ്പ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ? ഫൂട്ടിന്റെ 4 മൂവ്മെന്റ് അനുസരിച്ച്, ഫൂട്ടിന്റെ 4 മൂവ്മെന്റ് അനുസരിച്ച് ടെലിപ്പസ് 4 ടൈപ്പ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അക്കോർഡിംഗ് ടു ദ മൂവ്മെന്റ്, ഫൂട്ടിന്റെ മൂവ്മെന്റ് 4 ടൈപ്പ് ഫൂട്ട് മൂവ് ചെയ്യാം. ആ ഒരു മൂവ്മെന്റ് അനുസരിച്ച് തന്നെ ടെലിപ്പസ് 4 ഡിവൈഡ് സാധിക്കും. ഫസ്റ്റ് ഓഡിസ് ഏതാ? ഫസ്റ്റ് ഏതാ? അറിയായിരിക്കും. വാരസ് ഉണ്ട്. വാരസ്, 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 വാൽഗസ്, ഇക്വിനസ്. കേട്ടിട്ടുണ്ടെങ്കിലും വാരസ് എന്നും വാൽഗസ് എന്നും ഇക്വിനസ് കേട്ടിട്ടുണ്ടെങ്കിലും, കേട്ടിട്ടുണ്ടേ? പറഞ്ഞാലേ കേട്ടിട്ടുണ്ടെങ്കിലും, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? പറഞ്ഞേ, കേട്ടിട്ടുണ്ടോ? പറഞ്ഞേ, കേട്ടിട്ടുണ്ടായിരിക്കും. വാരസ് ഒന്നും ടെലിപ്പസ് വാരസ്, ടെലിപ്പസ് വാരസ്. കാണുന്നുണ്ടോ ഈ പിക്ചർ? ഇത് കാണുന്നുണ്ടോ ആരെങ്കിലും? ഈ ഒരു പിക്ചർ കാണുന്നുണ്ടെങ്കിലും, ഈ ഒരു പിക്ചർ കാണുന്നതാണെങ്കിലും സിമ്പിളായി പഠിക്കാം, സിമ്പിളായി പഠിക്കാം. ദ ടെലിപ്പസ് വാരസ് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ഒരു പിക്ചർ മനസ്സിലാക്കിയ മനസ്സിലാക്കും. കാല് ബെൻഡ് ചെയ്തത് അകത്തോട്ടാണോ? കാലകത്തോട്ട് തള്ളി വരുന്ന കണ്ടീഷൻ എന്താ? വാരസ് അല്ലേ? ദ പിക്ചർ നോക്കിയാൽ അറിയാം. കാലകത്തോട്ട് തള്ളി വരുന്ന ഏതാ? ദ ടെലിപ്പസ് വാരസ് അല്ലേ? കാല് ഇത് ഇൻവേർഡ് ആയിട്ട് അല്ലേ? ഇൻവേർഡ് ആണോ അവിടെ? ഇൻവേർഡ് അല്ലേ? കാല് ഇൻവേർഡ് ആയിട്ട് ബെൻഡ് ചെയ്താൽ എന്ത് കണ്ടീഷനാ? ഒറ്റ വാക്കിൽ പഠിക്കുക. ഇത് കാല് ഇൻവേർഡ് ആയിട്ട്, കാല് ഇൻവേർഡ് ആയിട്ട് ബെൻഡ് ചെയ്താൽ എന്ത് കണ്ടീഷനാ? ടെലിപ്പസ് വാരസ്. ഇത് ലെഗില്ലേ? അല്ലെ? എന്താണ്? അകത്തേക്കല്ലേ? അകത്ത് തള്ളി വിളിക്കാം, ടെലിപ്പസ് വാരസ് വിളിച്ചുകൂടെ? കാല് ഇൻവേർഡ് ആയിട്ട് തള്ളി വന്ന് വിളിക്കാം, ടെലിപ്പസ് വാരസ് എന്ന് വിളിക്കാം. ക്ലിയർ? അകത്തേക്കല്ലേ ഇത്? ഇൻവേർഡ് പറയുമ്പോൾ അകത്തേക്കല്ലേ? ഇൻവേർഡ് മീൻസ് അകത്തേക്കല്ലേ? അതായത് അറിയുക. ഇൻവേർഡ് മീൻസ് അകത്തേക്കല്ലേ? ഇൻവേർഡ് മീൻസ് അകത്തേക്കല്ലേ? 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 മാത്രമല്ല കാലും ചെറുതായിട്ട് ഇതിന്റെ മുകളിലോട്ടൊന്ന് ബെൻഡ് ഉണ്ടോ? ഇതിന്റെ ഇൻവേർഡ് മാത്രമല്ല കാലും ചെറിയൊരു ബെൻഡ് ഉണ്ടോ? ഒരു ബെൻഡ് ഉണ്ടോ? നോക്കിയാൽ ആ ഒരു പിക്ചറിനകത്ത് ഇൻവേർഡും അതുപോലെ തന്നെ ചെറിയൊരു ബെൻഡ് ഉണ്ടോ? എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. കാല് ഇൻവേർഡ് ആയിട്ട് മുകളിലോട്ട് ബെൻഡ് ചെയ്തിരിക്കുന്നത് വിളിക്കാം. കാല് ഇൻവേർഡ് ആയിട്ട് മുകൾ ഭാഗത്തേക്ക് ബെൻഡ് ചെയ്തിരിക്കുന്നത് വിളിക്കാം. കൃത്യമായുണ്ട്. കാല് ഇൻവേർഡ് ആയിട്ട് അകത്തേക്ക് ബെൻഡ് ചെയ്തത് എന്ത് കണ്ടീഷനാണ്? ദ ടെലിപ്പസ് വാരസ്. വാരസ് ഫസ്റ്റ് കാര്യം ക്ലിയർ ആയി. ഇത് എല്ലാവർക്കും പഠിച്ചാൽ പെട്ടെന്ന് കിട്ടില്ല. പക്ഷെ നിങ്ങൾ സിമ്പിളായി പഠിക്കുക. കാല് ഇൻവേർഡ് ആയിട്ട് മുകളിലോട്ടും ബെൻഡ് ചെയ്ത കണ്ടീഷൻ ഏതാ? ഇൻവേർഡ് ആയിട്ട് മുകളിലോട്ട് ബെൻഡ് ചെയ്ത കണ്ടീഷൻ ഏതാ? ടെലിപ്പസ് വാരസ് ആണോ, വാൽഗസ് ആണോ, ഓർ ഇക്വിനസ് ആണോ, ഓർ കേവസ് ആണോ? ചോദ്യം വരും. ഓർ കാൽക്കേനിസ് ആണോ? പറഞ്ഞേടെ. വാരസ് അല്ലേ? അല്ലേ? കാല് ഇൻവേർഡ് ആയിട്ട് മുകൾ ഭാഗത്തോട്ട് ബെൻഡ് ചെയ്ത് വന്ന് വിളിക്കാം, ടെലിപ്പസ്
വാരസ് എന്ന് വിളിക്കുക. ക്ലിയർ? ഫസ്റ്റ് കാര്യം വളരെ ക്ലിയർ ആയി പഠിച്ചു. ഫസ്റ്റ് കാര്യം ക്ലിയർ ആയി പഠിച്ചു. നെക്സ്റ്റ് ഏതാ? നെക്സ്റ്റ് ഏതാ? ഏതാ? വാൽഗസ്. വാൽഗസ് എന്താ? ടാലിപ്പസ് വേഗസ്. വേഗസ് എന്തായിരിക്കും? വാൽഗസ് എന്തായിരിക്കും? വാൽഗസ് മീൻ എന്തായിരിക്കും? മറ്റേ ഇൻവേർഡ് അല്ലേ? ഇതെങ്ങോട്ടായിരിക്കും? അത് വാരസ് ആണെങ്കിൽ ഇൻവേർഡ് ആണെങ്കിൽ ഇതെങ്ങോട്ടായിരിക്കും? പിക്ചറുണ്ട്. എന്തായിരിക്കും? വാൽഗസ് എന്തായിരിക്കും ഇവിടെ? വാൽഗസ് എന്തായിരിക്കും? മറ്റേത് ഇൻവേർഡ് ആണ്. നേരത്തെ പറഞ്ഞത് വാരസ് ഇൻവേർഡ് ആണെങ്കിൽ വാൽഗസ് എങ്ങനെയാ? ബെൻഡിങ് ഔട്ട്വേർഡ് ആണോ? കാല് പുറത്തേക്ക് തള്ളിയിരിക്കുകയാണോ? പിക്ചർ കണ്ടാൽ അറിയും. കാല് പുറത്തേക്ക് ബെൻഡ് ചെയ്യുന്ന കണ്ടീഷൻ ഏതാ? കാല് പുറത്തേക്ക് ബെൻഡ് ചെയ്താൽ എന്ത് കണ്ടീഷനാ? ടാലിപ്പസ് വാൽഗസ്. മറക്കരുത്. കാല് പുറത്തേക്ക് ബെൻഡ് ചെയ്താൽ, ഈ ഒരു പിക്ചർ നോക്കുക, മൂന്നാമത്തെ ആദ്യത്തെ, കാല് പുറത്തേക്ക് ബെൻഡ് ചെയ്താൽ ടാലിപ്പസ് വാൽഗസ്. കാലകത്തേക്ക് ആണെങ്കിലോ? ഇൻവേർഡ് ആണെങ്കിലോടെ ഇൻവേർഡ് എന്താ? കാലകത്തേക്ക് ഇൻവേർഡ് വിളിക്കാം. കാല് ഇൻവേർഡ് ആണെങ്കിൽ എന്താ? കാല് ബെൻഡ് ചെയ്ത് ഇൻവേർഡ് ആണ് എന്താ? ടാലിപ്പസ് വാവയോ? ഇത് വൈറസോ? എന്താണ്? വാരസ്. വൈറസ് ഒന്നുമല്ല, വാരസ്. ഉറക്കം വരുന്നു. വാരസ് ഇമ്പോർട്ടന്റ് എപ്പോഴും ചോദിക്കാം കേട്ടോ. കാല് ഇൻവേർഡ് ആയിട്ട് ഇന്ന് മുകളിലോട്ട് ബെൻഡ് ചെയ്തത് എന്താ? കാല് ഇൻവേർഡ് ആയിട്ട് മുകളിലോട്ട് ബെൻഡ് ചെയ്താൽ ടാലിപ്പസ് വാരസ്. ഇനി കാല് പുറത്തേക്ക് ബെൻഡ് ചെയ്താലോ? കാല് ഇത് ഔട്ട്വേർഡ് ആയിട്ട് പുറത്തേക്ക് ബെൻഡ് ചെയ്ത് വിളിക്കാം. ടാലിപ്പസ് വാൽഗസ്. രണ്ട് വാക്ക് പഠിച്ചു. രണ്ട് കണ്ടീഷൻ സിമ്പിളാ പഠിച്ചു. മലയാളത്തിൽ പഠിച്ചോടെ? മലയാളത്തിൽ ഇനി ഓർമ്മിക്കും. കാല് അകത്തേക്ക് ബെൻഡ് ചെയ്തത് എന്താ? ഓർമ്മിക്കട്ടോ. കാല് അകത്തേക്ക് ബെൻഡ് ചെയ്തത് എന്ത് പറഞ്ഞു? കാല് അകത്തേക്ക് ബെൻഡ് ചെയ്ത് പറഞ്ഞു വാരസ് അല്ലേ? വാരസ്. ഇനി കാല് പുറത്തേക്ക് ബെൻഡ് എന്തായിരിക്കും? ബെൻഡ് പുറത്തേക്ക് വാൽഗസ്. ക്ലിയർ? നെക്സ്റ്റ് ഇക്വിനസ്. മൂന്നതാ? ടാലിപ്പസ് ഇക്വിനസ്. എന്തായിരിക്കും? മൂന്നാമത്തെയാണ് ടാലിപ്പസ് ഇക്വിനസ് അല്ലെങ്കിൽ പ്ലാന്റർ ഫ്ലക്ഷൻ ആണ്. ഇക്വിനസ് കണ്ടുണ്ടെങ്കിൽ എവിടെയും കണ്ടുണ്ടെങ്കിൽ ഇക്വിനസ്. ഈ പറഞ്ഞ ഇത് കുതിരയുടെ പാദം കണ്ടുണ്ടെങ്കിൽ, കുതിരയുടെ പാദം കണ്ടുണ്ടെങ്കിൽ കുതിരയുടെ പാദം സിനിമയിലൊക്കെ കണ്ടുണ്ടോ? ആ കുതിര ഇത് ഉപ്പൂട്ടിയാണ് താഴെ വരുന്നത്. ഉപ്പൂറ്റി അത് പാദമാണോ ഉപ്പൂറ്റിയാണോ താഴെ വരുന്നത്? ഫസ്റ്റ് പിക്ചർ നോക്കോ. പാദമാണോ ഉപ്പൂറ്റിയാണോ താഴെ വരുന്നത്? ഇക്വിനസിനകത്ത് പാദമാണോ ഉപ്പൂറ്റിയാണോ താഴെ വരുന്നത്? പറഞ്ഞേ, മലയാളം. ഫസ്റ്റ് പിക്ചറിനകത്ത് പാദമാണോ ഉപ്പൂറ്റിയാണോ? പാദം പറഞ്ഞു. ഇനി ഇംഗ്ലീഷ് ചോദിച്ചാൽ എന്താ? ഹീലാണോ താഴോട്ട് വിടുന്നത്? ടാലിപ്പസ് ഇക്വിനസിനകത്ത് ഹീലാണോ താഴോട്ട് വരുന്നത്? അതാ ചോദ്യം. ഹീലല്ലേ? ഹീലിൽ താഴോട്ടല്ലേ? ഹീലിൽ നിന്നും താഴോട്ടല്ലേ? പ്ലാന്റർ ഫ്ലക്ഷൻ അല്ലേ? ഹീലിൽ നിന്നും താഴോട്ടല്ലേ? നോക്കിയല്ലേ? ഹീലിൽ നിന്നും താഴോട്ടല്ലേ? അല്ലേ? ആണോ? ഹീൽ പോകാൻ താഴോട്ടല്ലേ? സോ പ്ലാന്റർ ഫ്ലക്ഷൻ അല്ലേ? പ്ലാന്റർ ഫ്ലക്ഷൻ എന്താ? ടാലിപ്പസ് ഇക്വിനസ് ആണ്. മറക്കരുത്. ഇവിടെ ഇക്വിനസ് എന്തായിരിക്കും?
ഹീലിൽ നിന്നും താഴോട്ടാണ് വരുന്നത്. ദ പ്ലാന്റർ ഫ്ലക്ഷൻ ആണ് എന്ന് വിളിക്കാം. തലിപ്പസ് ഈക്വസ് എന്ന് വിളിക്കാം. മറക്കരുത്. ഫസ്റ്റ് ഇത് 3 കാര്യം കിട്ടിയോ? ഇത് 3 പിക്ചറുള്ള ഫസ്റ്റ് 3 കാര്യം വാൽഗസും വാരസും ഇക്വിനസും. വാരസ്, വാൽഗസ്, ഇക്വിനസ് 3 കിട്ടിയോ? ഫസ്റ്റ് 3 പിക്ചറുള്ള 3 കാര്യം. വാൽഗസ് എന്താണ്, വാരസ് എന്താണ്, ഇക്വിനസ് അത് കിട്ടിയല്ലോ. അടുത്ത എന്താ? നെക്സ്റ്റ് എന്താ? ടലിപ്പസ്. ടലിപ്പസ് എന്തെയുണ്ടോ? എന്തെയുണ്ടോ? കെൽക്കാനസ് അല്ലേ? ടലിപ്പസ് കെൽക്കാനസ് കേട്ടോ എവിടെയെങ്കിലും? എവിടെയെങ്കിലും എന്താ ടലിപ്പസ് കെൽക്കാനസ് 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 കേട്ടോണ്ടെങ്കിലും? എനിവൺ? ഉണ്ട്. ടലിപ്പസ് കെൽക്കാനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കും ഇവിടെ എന്താ വരുന്നത്? ഇവിടെ എന്താ വരുന്നത്? സെക്കൻഡ് പിക്ചർ വെക്കുകയാണ്. ഏറ്റവും മുകളിലുള്ള നിന്ന് ഇക്വിനസിന്റെ സൈഡ് ഭാഗത്തോ രണ്ടാമത്തെ ദ ടലിപ്പസ് കെൽക്കാനസ് നോക്കി. രണ്ടാമതൊരു പിക്ചർ നോക്കി. ഇവിടെ എന്താ? ദ കെൽക്കാനസ് അത് എന്താ വരുന്നത്? എന്തായിരിക്കും? ഇതിന്റെ ടോ മുകളിലാണോ? ഇതിന്റെ ടോ മുകളിലാണോ? ഇത് ഹീലിനെക്കാട്ടിലും ഹീലിന്റെ മുകളിലല്ലേ ടോ വരുന്നത്? ഹീലിന്റെ മുകൾ ഭാഗത്താണോ ദ ടോ വരുന്നത്? നോക്കിയടെ. ഹീലിന്റെ മുകൾ ഭാഗത്താണോ ദ ടോ വരുന്നത്? ആണോ? രണ്ടാമത്തെ പിക്ചറിൽ ഇത് ഹീലിന്റെ മുകൾ ഭാഗത്താണോ ദ ടോ വരുന്നത്? നോക്കിയേ, ഹീലിന്റെ മുകൾ ഭാഗത്തല്ലേ? ഹീലിന്റെ മുകൾ ഭാഗത്തിൽ ദ ടോ വരുന്നത്. ഇത് ഉപ്പൂട്ടി താഴെയും ഫിംഗേഴ്സ് മുകളിലല്ലേ? ഉപ്പൂട്ടി താഴെയും ഫിംഗേഴ്സ് മുകളിൽ വന്നാൽ എന്ത് കണ്ടീഷനാ? ഉപ്പൂട്ടി താഴെയും ഫിംഗേഴ്സ് മുകളിൽ വന്നാൽ എന്ത് കണ്ടീഷനാ? ദ ടലിപ്പസ് കാൽക്കേനിയസ്. മറക്കരുത്, ഉപ്പൂട്ടി താഴെയും ഫിംഗേഴ്സ് കാലില് ഫിംഗേഴ്സ് മുകളിലുമാണെങ്കിൽ ദ ടലിപ്പസ് കാൽക്കേനിയസ് എന്ന് വിളിക്കാം. അതായത് ഇതാണ്. എന്താണ് ഇവിടെ? എന്റെ ടോ മുകളിലല്ലേ? ടോ മുകളിലല്ലേ? ടോ മുകളിലല്ലേ? അല്ലേ? സോ അപ്പൊ എന്തായിരിക്കും ഇത്? ഇത് എന്ത് ഫ്ലക്ഷനാ? ഇത് ഡോർസി ഫ്ലക്ഷൻ ആണോ? ദ ഡോർസി ഫ്ലക്ഷൻ ആണോ? ദ ഡോർസി ഫ്ലക്ഷൻ ഏത്? അല്ലേടെ? ആണത്? യെസ്. ഇതാവുമ്പോൾ ദ ടലിപ്പസ് കാൽക്കേനസ് എപ്പോഴും ദ ഡോർസി ഫ്ലക്ഷനും. അപ്പൊ ദ പ്ലാന്റർ ആരാ പറഞ്ഞത്? ദ പ്ലാന്റർ ഫ്ലക്ഷൻ പറഞ്ഞാരാ? ഇക്വിനസ് ആണോ? ഇക്വിനസ് ആണോ? ഇക്വിനസ് പ്ലാന്റാറും കാൽക്കേനസ് ആണെങ്കിൽ ദ ഡോർസി ഫ്ലക്ഷനുമാണ്. ക്ലിയർ? ക്ലിയർ? ഇത് മലയാളത്തിൽ പഠിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ശരിയല്ലേ? ഇംഗ്ലീഷിൽ പഠിച്ചാൽ ഇത് മനസ്സിലാകില്ല. എക്സാക്ട് പറയുകയാണ് കാര്യം. ഇതിന്റെ ക്ലാസ് കൃത്യമായി കേട്ട് അതുപോലെ പഠിക്കുക. എവിടെയെങ്കിലും മലയാളത്തിൽ എഴുതി വെച്ചാലും കുഴപ്പമില്ല, ചോദ്യം വരും. ഓക്കെ, ഇനി എത്തുന്നുണ്ട്. തേർഡ് ഏതാ? തേർഡ് ടൈപ്പ് ഏതാ? തേർഡ് ടൈപ്പ് ഏതാ? ക്യാവസ് ഇതുണ്ടോ? ദ ടലിപ്പസ് ക്യാവസ്. ദ ടലിപ്പസ് ക്യാവസ്. അടുത്താണ് ദ ടലിപ്പസ് ക്യാവസ് ഇടുന്നുണ്ട്. ക്യാവസ് 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 എവിടെയെങ്കിലും? ദ ടലിപ്പസ് ക്യാവസ്. എന്തായിരിക്കും ഇത്? എന്തായിരിക്കും ദ ടലിപ്പസ് ക്യാവസ് എന്ന് പറഞ്ഞാൽ? പിക്ചർ എവിടെ? പിക്ചർ എവിടെ ഉണ്ടോ അതിനകത്ത്? ആ, ഏറ്റവും മുകളിലുള്ള ദ തേർഡ് പിക്ചർ. ഏറ്റവും മുകളിലുള്ള ദ തേർഡ് പിക്ചർ ടലിപ്പസ് ക്യാവസ് എന്താ? ഏറ്റവും മുകളിലുള്ള ദ തേർഡ് പിക്ചർ ആയ ദ ടലിപ്പസ് ക്യാവസ് എന്താ? ഇത് നോർമൽ ഫൂട്ട് ചരിഞ്ഞ പോലെയാണ് അവിടെ. ആണോ? ദ നോർമൽ ഫൂട്ട് ഇരിക്കുകയാണ്. പക്ഷെ തറയിൽ ചവിട്ടുമ്പോൾ എന്താണ്? ഒന്ന് ചരിഞ്ഞാണ് അവിടെ. ആ, ഒരു ആർച്ച് പോലെയാണോ? ദ ക്യാവസ് എപ്പോഴും നോർമൽ തറയിൽ ചവിട്ടുമ്പോൾ കാലൊന്ന് ചരിഞ്ഞ് ആർച്ച് പോലെ വരും അല്ലേ? നോർമലായിട്ട് തറയിൽ ചവിട്ടുന്ന സമയത്ത് കാലൊന്ന് ചരിഞ്ഞ് ഒരു ആർച്ച് രീതിയിൽ രൂപം കൊണ്ടാൽ എന്ത് ടൈപ്പാ? ആ, കണ്ടറിയല്ലോ, കാണുന്നുണ്ടറിയത്? ഇത് തറയിൽ ചവിട്ടുന്ന സമയം എന്ത് ചെയ്യും? നോർമൽ ഫൂട്ട് ഒന്ന് ചരിഞ്ഞ് ആർച്ച് പോലെ മാറിയെന്ന് വിളിക്കാം. ദ ടലിപ്പസ് ക്യാവസ് വിളിക്കാം അല്ലെ? ദ ടലിപ്പസ് ക്യാവസ് എന്ന് വിളിക്കാം. 5 ടൈം പറഞ്ഞു. 5 ടൈം പറഞ്ഞു. ദ ടലിപ്പസുമായി വരുന്ന 5 പറഞ്ഞു. ദ വാരസ് പറഞ്ഞു, വാൽഗസ് പറഞ്ഞു,
ഇക്യുനസ് പറഞ്ഞു, ദ കാൽക്കേരിയസ് പറഞ്ഞു, ക്യാവസ് പറഞ്ഞു. ചോദ്യം ഇതാണ്, ഇത് ഇൻവേർഡ് ബെൻഡിങ്ങിനെ പറയുന്ന പേരെന്താ? ഈ പിക്ചർ വച്ചിട്ട് ദ ഇൻവേർഡ് ആയിട്ട് ബെൻഡിങ്ങിനെ പറയുന്ന പേരെന്താ? വാരസ്. എല്ലാവരും ഇൻവേർഡ് ബെൻഡിങ് ആണെങ്കിൽ വാരസ്. ഔട്ട്വേർഡ് ബെൻഡിങ് ആണെങ്കിലോ? ഔട്ട്വേർഡ് ബെൻഡിങ് എന്താ? വാൽഗസ്. ഔട്ട്വേർഡ് ആണെങ്കിൽ വാൽഗസ്. And the toe that is the higher than heel എന്താ? The toe ഹീലിനെക്കാട്ടും ഹയർ ആയ ഇവിടെ എന്താ? The toe ഹീലിനെക്കാട്ടും ഹയർ ആയ ഇവിടെ എന്താ? The toe ഹീലിനെക്കാട്ടിലും ഹയർ എന്താ? കാൽക്കേനിയസ് അല്ലേ? The toe ഹീലിനെക്കാട്ടിലും ഹയർ ഏതാ? കാൽക്കേനിയസ് അല്ലേ? അല്ലേ? The toe ഹീലിനെക്കാട്ടിലും ഹയർ ഏതാണ്? പറഞ്ഞേ പറഞ്ഞേ എന്താ? കാൽക്കേനിയസ്. ഇനി the toe that's the lower than heel എന്താ? The toe ഹീലിനെക്കാട്ടിൽ ലോവർ ഏതാ? ഇക്വിനസ് അല്ലേ? The toe ഹീലിനെക്കാട്ടിൽ ലോവർ ആണെങ്കിൽ ഇക്വിനസും, the toe ഹീലിനെക്കാട്ടിലും ഹയർ ആണെങ്കിൽ കാൽക്കേനിയസുമാണ്. ഇനി ഒരു അബ്നോർമൽ ആർച്ച് ഉണ്ടായ എന്താ? അബ്നോർമൽ ആയിട്ട് ആർച്ച് ഉണ്ടായാൽ ക്യാവസ് അല്ലേ? അബ്നോർമൽ ആയിട്ട് ആർച്ച് വന്നാൽ ക്യാവസ്. 5 ടൈം കിട്ടിയോ? 5 ടൈം കിട്ടിയോ? 5 എണ്ണം. വാരസ് എന്നാൽ ഇൻവേർഡ് ബെൻഡിങ് അല്ലേ? വാരസ് എന്നാൽ ഇൻവേർഡ് ബെൻഡിങ്. വാൽഗസ് എന്നാൽ ഔട്ട്വേർഡ് ബെൻഡിങ്. ഇക്വസ് എന്നാൽ ദ ടോ ലോവർ ദാൻ ഹീൽ. കെൽക്കേനിസ് എന്നാൽ ദ ടോ ഹയർ ദാൻ ഹീൽ. ക്യാവസ് എന്നാൽ അബ്നോർമൽ ആർച്ച് രൂപം കൊണ്ടുവന്നു. ഇത്രയും കിട്ടിയോ? ഇതുവരെ പറഞ്ഞ ഇത്രയും കിട്ടിയിട്ടു എല്ലാവരും. ക്ലിയർ? യെസ്, ക്ലിയർ. 5 കിട്ടിയ 5 എണ്ണം. ചോദ്യം വരും. ഇനി ഇതിന്റെ കോമ്പിനേഷൻ വരാം കേട്ടോ. ഈ പറഞ്ഞ 5 ഈ പറഞ്ഞ 5 വെച്ചുകൊണ്ട് കോമ്പിനേഷൻ എക്സാമിൽ വരാറുണ്ട്. ദ ടൈപ്സ് ആയിട്ട് ഈ പറഞ്ഞ 5 എണ്ണം വെച്ചുകൊണ്ട് തന്നെ ഒരു കോമ്പിനേഷൻ എക്സാമിൽ ചോദ്യം വരാറുണ്ട്. സോ ഫസ്റ്റ് ടൈപ്പ് ആണ് ദ ടാലിപ്പസ് ഇക്വിനോ വാരസ്. ഈ 5 ടൈപ്പും വെച്ചുകൊണ്ട് തന്നെ എക്സാമിന് കോമ്പിനേഷൻ രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഫസ്റ്റ് ടൈപ്പ് ആണ് ദ ടാലിപ്പസ് ഇക്വിനോ വാരസ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ 5 മനസ്സിലായാൽ മാത്രമല്ലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് പറഞ്ഞ 5 ടൈപ്പ് മനസ്സിലാക്കിയാൽ മാത്രമല്ലേ ദ ടാലിപ്പസ് ഇക്വിനോ വാരസ് എന്തെന്നറിയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? എങ്കിൽ ഫസ്റ്റ് ചോദ്യം, ഇത് ഈ ഒരു പ്രശ്നം പറഞ്ഞ ആംഗിൾ ഫുഡിലാണോ? ഈ ഒരു പ്രശ്നം പറഞ്ഞ എവിടെയാ? ആംഗിളിലും ഫുഡിലല്ലേ? ദ ടാലിപ്പസ് ഇക്വിനോ വാരസ് എന്ന് പറയുന്ന പ്രശ്നം എവിടെയാ? എന്തിന്റെ പ്രശ്നം? ആംഗിളും ഫൂട്ടും തമ്മിലുള്ള പ്രശ്നമല്ലേ? ദ ടാലിപ്പസ് ഇക്വിനോ വാരസ് എന്ന് പറഞ്ഞാൽ ആംഗിളും ഫൂട്ടും തമ്മിലുള്ള പ്രശ്നമാണ്. ഇക്വിനോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ നേരത്തെ പഠിപ്പിച്ചാണ്. ഇക്വിനോ എന്താണ്? ദ ടോ ഹീലിനേക്കാൾ താഴെയാണോ? ഇക്വിനോ മീൻസ് ദ ടോ ഹീലിനേക്കാൾ താഴെയാണോ? ഇക്വിനോ മീൻസ് ദ ടോ ഹീലിനേക്കാൾ താഴെയാണോ? യെസ്. ഇതിൽ എസ് പറയട്ടോ. എസ് പറഞ്ഞാൽ മതി. ദ വാരസ് മീൻസ് എന്താ? ഇത് ഇൻവേർഡ് ബെൻഡിങ് അല്ലേ? വാരസ് മീൻസ് ഇൻവേർഡ് ബെൻഡിങ് അല്ലേ? ഇക്വിനോ മീൻസ് എന്ന് പറഞ്ഞാൽ ദ ടോ ഹീലിനെക്കാട്ടിലും താഴെയും. വാരസ് മീൻസ് എന്താ? ഇൻവേർഡ് ബെൻഡിങ്ങിലെ 2 വാക്ക് വെച്ചൊരു ഉത്തരം കിട്ടിയോ? എന്താ ഉത്തരം? എന്താ? ദ ടാലിപ്പസ് ഇക്വിനോ വാരസ് എന്ന് പറയുന്നതായിരിക്കും. എങ്ങനെ പറയാൻ പറ്റും? സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. എന്തായിരിക്കും? ദ ടോ എന്ന് പറയാൻ പറ്റും. ഇതൊരു കോമ്പിനേഷൻ അല്ലേ? ദ ടാലിപ്പസ് ഇക്വിനസിന്റെയും ദ ടാലിപ്പസ് വാരസിന്റെയും കോമ്പിനേഷൻ വരുന്നല്ലേ ഇത്? ഇത് കാലുണ്ടാവുന്ന ഒരു ഡിഫോമിറ്റിയാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ദ ടാലിപ്പസ് ഇക്വിനസിന്റെയും വാരസിന്റെയും കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ്. മറക്കരുത്. എന്തായിരിക്കും ഇവിടെ? ടോ താഴെയാണെങ്കിൽ
ഇവിടെ ദ ടാലിപ്പസ് ഇക്വിനോ വൈറസിൽ ദ ടോ താഴെയാണോ? ആണോ? ആണോ? ദ ടോ താഴോട്ടാണോ? യെസ്. ആൻഡ് ഫൂട്ട് എങ്ങോട്ടാ? ഇത് ബെൻഡുണ്ടോ? ഫൂട്ട് ബെൻഡുണ്ടോ? ഫൂട്ട് ബെൻഡുണ്ടോ? ഉണ്ട്. ഫൂട്ട് ബെൻഡുണ്ടോ? ഫൂട്ട് ബെൻഡുണ്ടോ? ഇൻവേർഡ് ബെൻഡുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും കേരള PC എക്സാമിനകത്ത് ഇന്ന് ക്ലബ് ഫുഡ് എന്ന കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേരള PC എക്സാമിനകത്ത് എവിടെയെങ്കിലും ഇന്ന് ക്ലബ് ഫുഡ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ അതെന്തായിരിക്കും? എന്തിന് കോമ്പിനേഷനാ? എന്തിന് കോമ്പിനേഷനാ? കോമ്പിനേഷൻ ഓഫ് ദ ടാലിപ്പസും വൈറസും അല്ലേ? ഇക്വിനസും വൈറസ് കോമ്പിനേഷൻ അല്ലേ? സ്ഥിരം കേൾക്കുന്ന വാക്കായ എന്താ ക്ലബ് ഫുഡ് ഇല്ലേ? രണ്ടിന്റെ കോമ്പിനേഷൻ ആയിട്ട് പഠിക്കുക. നമ്മൾ കാണുന്ന ഇത് 95% വരുന്ന കണ്ടീഷൻ ഏതാ? ക്ലബ് ഫുഡ് അല്ലേ? ശരിയല്ലേ? നമ്മൾ എപ്പോഴും കാണുന്നത് ഈ കണ്ടീഷൻ എപ്പോഴും ക്ലബ് ഫുഡാണ് എപ്പോഴും 95% കുട്ടികൾ പ്രധാനമായിട്ടും കാണുന്നത്. കിട്ടിയോ? ഫസ്റ്റ് 5 പറഞ്ഞു. കോമ്പിനേഷന്റെ ഒരെണ്ണം ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് 5 ക്ലിയർ ആയി. ആൻഡ് കോമ്പിനേഷൻ വരുന്നതിന്റെ ഒരെണ്ണം ക്ലിയർ ആയല്ലോ. ക്ലിയർ? ഫസ്റ്റ് 5 ടൈപ്പും ആൻഡ് കോമ്പിനേഷനും വരുന്ന ഒന്നും ക്ലിയർ ആയല്ലോ. ഇനി വീണ്ടും ഉണ്ട് കോമ്പിനേഷൻ. വീണ്ടും കോമ്പിനേഷനായിട്ട് ദ ടാലിപ്പസ് ഇക്വിനോ വാൽഗസ് എന്താ? വീണ്ടും വരുന്ന കോമ്പിനേഷൻ ദ ടാലിപ്പസ് ഇക്വിനോ വാൽഗസ്. ആദ്യം പറഞ്ഞ വാക്കുകൾ പഠിച്ചാൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ദ ടാലിപ്പസ് ഇക്വിനോ വാൽഗസ്. വാൽഗസ് നേരത്തെ പറഞ്ഞു. ദ ടോ എപ്പോഴും ദ ഹീലിനെക്കാട്ടിൽ ലോവർ ആണോ? ഇക്വിനോ വാൽഗസിനകത്ത് ദ ടോ എപ്പോഴും ഹീലിനെക്കാട്ടിൽ ലോവർ ആണ്. ഫസ്റ്റ് കാര്യം ഇതാണ്. ദ ടോ എപ്പോഴും ഹീലിനെക്കാട്ടിൽ ലോവർ ആണ്. ഫസ്റ്റ് കാര്യം ഇതാണ്. ഇക്വിനോ പറഞ്ഞു, വാൽഗസും പഠിച്ചതാണ്. അത് ശരിയല്ലേ? ദ ടോ എപ്പോഴും താഴെയല്ലേ? ദ ടോ എപ്പോഴും ഹീലിനെക്കാട്ടിൽ ലോവർ അല്ലേ? ദ ടോ എപ്പോഴും ഹീലിനെക്കാട്ടിൽ ലോവർ ആണ് ഫസ്റ്റ് കാര്യം. ഇനി എങ്ങോട്ട് ബെൻഡ് ചെയ്യും? ഇക്വിനോ വാൽഗസ് എന്ന് പറയുമ്പോ ഔട്ട്വേർഡ് ആണോ ഇൻവേർഡ് ആണോ? ഔട്ടിലോട്ടല്ലേ? ബെൻഡിങ് ഔട്ട്വേർഡ് അല്ലേ? പുറത്തേക്ക് ബെൻഡ് ചെയ്യും അല്ലേ? അപ്പോ എന്ത് സംഭവം എന്താ? ദ ടോ പുറത്തേക്ക് ബെൻഡ് ചെയ്യല്ലേ? അല്ലേ? ദ ടോ പുറത്തേക്ക് ബെൻഡ് ചെയ്യുകയും എപ്പോഴും ദ ഹീലിനെക്കാട്ടിലും ദ ടോ ലോവർ ആയിരിക്കും. ശരിയല്ലേ? 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 ദ ഹീലിനെക്കാട്ടിലും എപ്പോഴും ദ ടോ ലോവറും പതിയെ പതിയെ എന്ത് ചെയ്യും? ബെൻഡ് ചെയ്ത് പുറത്തോട്ട് ബെൻഡ് ചെയ്ത് നിൽക്കും. ടാലിപ്പസ് ഇക്വിനോ വാൽഗസ്. ക്ലിയർ? 5 വാക്ക് പഠിച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ. 5 വാക്കും ക്ലിയർ ആയിട്ട് പഠിച്ചാലേ ബാക്കി പഠിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ? ക്ലിയർ ആയോ? യെസ്. ക്ലിയർ ക്ലിയർ. 2 കിട്ടി. അത് 3 പറയണം പറയണേ. മുറങ്ങാതെ കാണുന്നുണ്ടായിരിക്കില്ല. എന്ത് ഇക്വസ് കാണുന്നുണ്ടായിരിക്കും ഇതിനകത്ത്? ഇക്വസ് എന്താ? ഇപ്പോ പറഞ്ഞ ഇക്വസ് എന്താ പറഞ്ഞത്? ഇക്വസിനകത്ത് എന്താ? താഴെ എന്താ ടോ ആണോ? ഫസ്റ്റ് പിക്ചറായി ഇക്വസിനകത്ത് ടോ ആണോ? നോക്കി. ഇതിനകത്ത് ടോ ആണ് താഴെ. ഇതിനകത്ത് ടോ ആണ് താഴെ. ആ ആ അല്ലേ? അല്ലേ? മറക്കരുത്. അടുത്തേതാടെ? നെക്സ്റ്റ് ഏതാ? നെക്സ്റ്റ് ഏതാ? നെക്സ്റ്റ് ഏതാ? ദ ടെലിപ്പസ് ദ കാൽക്കാനിയോ വാരസ്. വീണ്ടും വരുന്ന കോമ്പിനേഷൻ ദ ടെലിപ്പസ് ദ കാൽക്കാനിയോ വാരസ്. ദ ടെലിപ്പസ് കാൽക്കാനിയോ വാരസ് എന്തായിരിക്കും? എന്ത് സംഭവം എന്തായിരിക്കും? ദ ടെലിപ്പസ് കാൽക്കാനിയോ വാരസ് എന്തായിരിക്കും ഇവിടെ? ദ ടെലിപ്പസ് കാൽക്കാനിയോ വാരസ് എന്ന് പറയുന്നതായിരിക്കും. വാരസ് എന്തായിരിക്കും ഇവിടെ? എന്ത് സംഭവം? ആലോചിച്ച് പറയുക. ആലോചിച്ച് പറയുക. എന്തായിരിക്കും ഇവിടെ? ടെലിപ്പസ് കാൽക്കാനിയോ വാരസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സംഭവം? ആർക്ക് പറയാം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. എന്താണ് ഇവിടെ? ഹീലിനെക്കാട്ടിലും ദ ടോ ഹൈ ആണോ? ഇവിടെ
ദ ടെലിപ്പസ് കാൽക്കേനിയോ വൈറസിനകത്ത് ദ ടോ ഹീലിനെക്കാട്ടിൽ ഹയർ ആണോ? യെസ്, ആണ്. ആണല്ലേ? ആണോ? ഇനി ഇത് എങ്ങോട്ട് വെന്റ് ചെയ്യും? ദ ടെലിപ്പസ് കാൽക്കേനിയോ വൈറസ് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞു എപ്പോഴും ദ ടോ ഹീലിനെക്കാട്ടിലും ഹയർ ആണെന്ന് പറഞ്ഞു. എങ്ങോട്ട് വെന്റ് ചെയ്യും? ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ? ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ? പേര് തന്നെ ഉണ്ട്, പേര് തന്നെ ഉണ്ട്. ദ ടെലിപ്പസ് കാൽക്കേനിയസ് വൈറസ് പറയുമ്പോൾ ബെൻഡിങ് ഇൻവേർഡ് അല്ലേ? അല്ലേ? ദ ബെൻഡിങ് ഇൻവേർഡ് അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദ ടോ ഹീലിനെക്കാട്ടിലും ഹയറുമാണ്. ബെൻഡ് ചെയ്ത് ഇൻവേർഡ് ആയിട്ട് വന്നാൽ എന്ത് കണ്ടീഷനാ? ദ ടോ ദ ഹീലിനെക്കാട്ടിലും ഹയർ പൊസിഷനിലാണ്. പതിയെ അത് ബെൻഡ് ചെയ്ത് ഇൻവേർഡ് ആയിട്ട് വന്നാൽ എന്ത് കണ്ടീഷനാ? ദ ടെലിപ്പസ് ദ കാൽക്കേനിയോ വൈറസ്. ക്ലിയർ? ക്ലിയർ? കിട്ടിയോ? യെസ്. നെക്സ്റ്റ് ഏതാ? നെക്സ്റ്റ് ഏതാ? ദ ടെലിപ്പസ് ദ കാൽക്കേനിയോ വാൽഗസ്. അടുത്ത് വീണ്ടും വരുന്നു. ദ ടെലിപ്പസ് കാൽക്കേനിയോ വാൽഗസ് എന്താ? നിങ്ങൾക്ക് തന്നെ പറയാം. ഇവിടെ എന്താ ഹയർ? എന്താണ് ഹയർ? എന്താ ഇവിടെ എന്താ ഹയർ? ടോ ആണോ ഹീലാണോ? ദ ടോ ഹയർ അല്ലേ? ദ ഹീലിനെക്കാട്ടിലും ദ ടോ ഹയർ ആണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എങ്ങോട്ട് ബെൻഡ് ചെയ്യും? ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ? ഔട്ട്വേർഡ് അല്ലേ? ദ ടോ എപ്പോഴും ഇത് ഹീലിനെക്കാട്ടിലും ഹയർ പൊസിഷനിലും ബെൻഡ് ചെയ്ത് ഔട്ട്വേർഡ് ആയിട്ട് ഇത് വിളിക്കാം. ദ ടെലിപ്പസ് കാൽക്കേനിയോ വാൽഗസ് എന്ന് വിളിക്കാം. ക്ലിയർ? ക്ലിയർ? ലാസ്റ്റ് ഓൾവേസ് ദ ഫ്ലാറ്റ് ഫുട്ട് എന്താ? ഫ്ലാറ്റ് ഫുട്ട് ലാസ്റ്റ് വരുന്ന കാര്യം എന്താ? ഫ്ലാറ്റ് ഫുട്ട് എന്താ? ഫ്ലാറ്റ് ഫുട്ട് എന്താണ്? ഫ്ലാറ്റ് ഫുട്ട് എന്താ? ഫ്ലാറ്റ് ഫുട്ട് എന്താ? ഫ്ലാറ്റ് ഫുട്ട് എന്താ? ഫ്ലാറ്റ് ഫുട്ട് കാണുന്നുണ്ടോ? അത് നോർമൽ ആണോ? അത് ഫ്ലാറ്റ് ഫുട്ട് നോർമൽ ആണോ? ദ ഫ്ലാറ്റ് ഫുട്ട് നോർമൽ ആണോ? അല്ല, നോർമൽ അല്ല അല്ലേ? ദ ഫ്ലാറ്റ് ഫുട്ട് ഒരിക്കലും നോർമൽ അല്ല. എന്താ പ്രത്യേകത എന്താ? ദ ഫ്ലാറ്റ് ഫുട്ടിന്റെ പ്രത്യേകത എന്താ? ഫ്ലാറ്റ് ആയിട്ടുള്ള ഫുട്ടാണോ? നിങ്ങൾ എല്ലാവരുടെയും ഇത് നോർമൽ ഫുട്ടില്ലേ? അവരൊരു കർവേച്ചർ ഉണ്ടോ? നോർമൽ ഫുട്ടിൽ ഒരു കർവേച്ചർ ഉണ്ടോ? ഉണ്ടോ? അവിടെ ഉണ്ട്. ഒരു ആർച്ച് ഓഫ് കർവേച്ചർ ഉണ്ടോ? ഒരു ആർച്ച് ഓഫ് കർവേച്ചർ ഇല്ലേ? നോർമൽ ഫുഡിൽ എപ്പോഴും ഒരു ആർച്ച് ഓഫ് കർവേച്ചർ ഇല്ലേ? പക്ഷെ ഇവിടെ അതില്ല. ഒരു കർവേച്ചർ ഇല്ല, ആർച്ചും ഇല്ല, കർവേച്ചറും ഒന്നുമില്ലാത്ത ഫ്ലാറ്റ് ആയിരിക്കുന്ന ഫുഡിനെ പറയുന്ന പേരെന്താ? ആർച്ച് ഓഫ് കർവേച്ചർ ഇല്ലാതെ ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഫുഡ് വിളിക്കാം ഫ്ലാറ്റ് ഫുഡ്. വിളിച്ചൂടെ? ആർച്ച് ഓഫ് കർവേച്ചർ ഇല്ലാതെ വരുന്ന ഫുഡ് എന്ന് വിളിക്കാം ഫ്ലാറ്റ് ഫുഡ് എന്ന് വിളിക്കാം. മറക്കരുത്, ഒരു ആർച്ച് ഓഫ് കർവേച്ചർ ഒന്നുമില്ലാതെ ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഫുഡ് എന്താ? ഫ്ലാറ്റ് ഫുഡ് എന്ന് വിളിക്കാം. 5 ടൈപ്പ് കിട്ടിയോ? 5 ടൈപ്പ് കിട്ടിയോ? ആദ്യം എന്താ പഠിച്ചത്? ആദ്യം 5 ടേമല്ലേ പഠിച്ചത്? ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ ആദ്യം 5 ടേമല്ലേ? 5 ടേമിൽ ഫസ്റ്റ് പഠിച്ചത്. ആ, ഇത് ഇൻവേർഡ് ബെൻഡിങ്ങിനെ പറയുന്ന പേരെന്താ? ഇത് ഇൻവേർഡ് ബെൻഡിങ്ങിനെ പറയുന്ന പേരെന്താ? വാരസ് അല്ലേ? ആൻഡ് ആൻഡ് ഔട്ട്വേർഡ് ബെൻഡിങ് എന്താ? ഔട്ട്വേർഡ് ബെൻഡിങ് എന്താ? വാൽഗസ്. ആൻഡ് ദ ടോ ലോവർ ദൻ ഹീൽ എന്താണ്? ദ ടോ ലോവർ ദൻ ഹീൽ എന്താ? ഇക്വിനസ് അല്ലേ? ദ ടോ ലോവർ ദാൻ ഹീൽ എന്താ? ഇക്വിനസ്. ആൻഡ് ദ ടോ ഹയർ ദാൻ ഹീൽ എന്താ? കാൽക്കേനിയസ്. അബ്നോർമൽ ആർസ് എന്താ? ക്യാവസ് അല്ലേ? അല്ലേ? ശേഷം പറഞ്ഞ കാര്യം ഇതിലെ കോമ്പിനേഷൻ പറഞ്ഞില്ലേ? ദ ടോ ഹീലിനെക്കാട്ടിലും താഴെയാണ്. അത് ഇൻവേർഡ് ആയിട്ട് ബെൻഡ് ചെയ്ത് വിളിക്കാം. ദ ടോ ഹീലിനെക്കാട്ടിലും താഴെയാണ്, ഇൻവേർഡ് ബെൻഡിങ് ആണ് എന്ന് വിളിക്കാം. ദ ടോ ഹീലിനെക്കാട്ടിലും താഴെയും ഇൻവേർഡ് ബെൻഡിങ്ങിനെ പറഞ്ഞ പേരെന്താ? ദ ടെലിപ്പസ് ഇക്വിനോ വാരസ് അല്ലേ? ദ ടെലിപ്പസ് ഇക്വിനോ വാരസ്. അതും മനസ്സിലായി, പറഞ്ഞു തന്നെയാണ്, അത് മനസ്സിലായി. പിന്നെ എന്ത് പറഞ്ഞത്? സെക്കൻഡ് ഏതാ? സെക്കൻഡ് ഏതാ? ആ, ടോ എപ്പോഴും
ഹീലിനെക്കാട്ടിൽ ലോവർ ആയിട്ട് വരികയും ബെൻഡ് ചെയ്ത് ഇത് ഔട്ട്വേർഡ് വിളിക്കാം. ടോ ഹീലിനെക്കാട്ടിൽ താഴെ വരികയും ബെൻഡ് ചെയ്ത് ഔട്ട്വേർഡ് വിളിക്കാം. ടെലിപ്പസ് ഇക്വിനോ വാൽഗസ് അല്ലെ, വാൽഗസ് ആണോ, വാൽഗസ് അത് മനസ്സിലായി. മൂന്നാമതെന്താ ഞാൻ വീണ്ടും പറയാൻ കാരണം എക്സാമിന് പലപ്പോഴും നിങ്ങൾ തെറ്റിച്ച് കളയാൻ പോലെ എക്സാം തെറ്റിച്ച് കളയാറുണ്ട്. ഇനി ടോ ഹീലിനെക്കാട്ടിൽ ഹൈയിൽ വരുന്നു. ടോ ഹീലിനെക്കാട്ടിൽ ഹൈയിൽ വരികയും ഇൻവേർഡ് ബെൻഡിങ് എന്ന് വിളിക്കാം. ടോ ഹീലിനെക്കാട്ടിലും ഹൈയിൽ വരികയും ഇൻവേർഡ് ബെൻഡ് ചെയ്ത് വിളിക്കാം. ടെലിപ്പസ്, കാൽക്കേനിയോ, വാരസ്. വീണ്ടും ചോദ്യം, ടോ ഹീലിനെക്കാട്ടിലും ഹയർ ആണ്, ബെൻഡിങ് ഔട്ട്വേർഡ് ആണെങ്കിലോ ബെൻഡിങ് ഔട്ട്വേർഡ് വിളിക്കാം. ടെലിപ്പസ്, കാൽക്കേനിയസ്, വാൽഗസ്. ഇനി ഒരു കർവേച്ചർ ഒന്നുമില്ലാതെ ഫ്ലാറ്റ് ആയിട്ട് വിളിക്കാം. ഫ്ലാറ്റ് ഫൂട്ട് വിളിച്ചോട്ടെ, ഫ്ലാറ്റ് ഫൂട്ട് വിളിക്കാം. എത്ര കിട്ടിയല്ലോ? 5 കിട്ടിയല്ലോ. 5 കിട്ടിയല്ലോ. 5 ക്ലിയർ ആയിട്ട് പഠിച്ചല്ലോ. യെസ്. ആറാമതുണ്ട്. ആറാമത് ഇനിയുണ്ട്. മെറ്റാടാറസ് വാരസ്. ആറാമത്തെ ആളാണ് മെറ്റാടാറസ് വാരസ്. അധികം കേൾക്കാത്ത വാക്കാണ്. അധികം ഇതൊരു ചോദിച്ചില്ലെങ്കിൽ പഠിക്കണം. മെറ്റാടാറസ് വാരസ് എന്താ? മെറ്റാടാറസ് വാരസ് എന്തായിരിക്കും? എവിടെയും കണ്ടുണ്ടായിരിക്കും കുട്ടികളിലെ ഇത് ടോ എല്ലാം കൂടെ മിഡിൽ ലൈനോട്ട് അങ്ങ് ഒട്ടിപ്പിടിച്ചുകൊണ്ടുണ്ടായിരിക്കില്ലേ? ടോസ് എല്ലാം കൂടി മിഡിൽ ലൈനോട്ട് കാലിന്റെ മിഡിൽ ലൈനിലോട്ട് ഒട്ടിപ്പിടിച്ചതുപോലെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എല്ലാ ടോസ് എല്ലാം കൂടെ ഒട്ടിച്ചേർന്ന് മിഡ് ലൈൻ ഭാഗത്തോട്ട് വന്നത് വിളിക്കാം മെറ്റാടാറസ് വാരസ് അല്ലേ? അല്ലേ? ശരിയല്ലേ? എല്ലാം കൂടെ ബെൻഡ് ചെയ്യും. എല്ലാം കൂടെ ഇത് ഇൻവേർഡ് ബെൻഡിങ് അല്ലേ? എല്ലാം കൂടെ ഇൻവേർഡ് ആയിട്ട് ബെൻഡ് ചെയ്തുകൊണ്ട് എല്ലാ വിരലും ഒട്ടിപ്പിടിച്ചിരുന്നു എന്ന് വിളിക്കാം മെറ്റാടാറസ് വാരസ്. മെറ്റാടാറസ് വാരസ് എന്ന് പറഞ്ഞാൽ ബോൺസ് എല്ലാം കൂടെ തന്നെ ഇൻവേർഡ് ആയിട്ട് ബെൻഡ് ചെയ്ത് ഒട്ടിപ്പിടിച്ച പോലെ ഇരുന്നാൽ എന്ത് വിളിക്കാം? മലയാളത്തിൽ പഠിക്കുക. ബോൺസ്, കാലിലെ ബോൺസ് എല്ലാം കൂടെ എന്താണ്? ആ വിരലുകളെല്ലാം എന്ത് ചെയ്യും? ഒട്ടിപ്പിടിച്ചുകൊണ്ട് ഇൻവേർഡ് ആയിട്ട് ബെൻഡ് ചെയ്താൽ എന്ത് വിളിക്കാം? മെറ്റാടാറസ് വാരസ് എന്ന് വിളിക്കാം. ക്ലിയർ? ഇത് എങ്ങോട്ടാണ് വരുന്നത്? അല്ലെ ഇത് മിഡിലോട്ടല്ലേ? അല്ലേ? എല്ലാ കാലിന്റെ എല്ലാ വിരലുകളും വരും. ഇത് മിഡിലോട്ട് വരുന്നല്ലേ? എല്ലാ കാലിന്റെ എല്ലാ വിരലും എന്ത് ചെയ്യും? മിഡ് ലൈൻ ഭാഗത്തോട് വരുന്നത് അല്ലേ? അകത്തേക്കല്ലേ? ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഉള്ളത് ഇത് നോർമൽ പിക്ചർ അല്ലേ? ഇത് നോർമൽ അല്ലേ? ഫസ്റ്റ് കാണുന്ന നോർമൽ, ഇത് നോർമലാണ്. ഇത് നോർമൽ. പക്ഷെ എന്ത് ചെയ്യും? എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് എന്ത് ചെയ്യൂടെ? ഇൻവേർഡ് അല്ലേ വരുന്നത്? ഈ ഒരു പിക്ചർ നോക്കിയേ, എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് ഇൻവേർഡ് അകത്തേക്കല്ലേ വരുന്നത്? എല്ലാ വിരലുകളും ഒട്ടിപ്പിടിച്ചുകൊണ്ട് അകത്തേക്കല്ലേ വരുന്നത്? എന്ത് വിളിക്കാം? മെറ്റാടാറസ് വാൽഗസ് എന്ന് വിളിക്കാം അല്ലേ? ക്ലിയർ? സിമ്പിൾ പഠിക്കുക. മെറ്റാടാറസ് വാൽഗസ് കിട്ടിയല്ലോ. കിട്ടി. ഇനി അടുത്തേതാ? ലാസ്റ്റ് ഉണ്ട് ഏതാ? ലാസ്റ്റ് ഏതാ? ചോദിക്കട്ടെ, കമന്റ് എല്ലാവരും. ടോസും ഫിംഗേഴ്സ് എല്ലാം ഒട്ടിപ്പിടിച്ചുകൊണ്ട് മിഡ് ലൈനിലോട്ട് ഒരു കർവേച്ചർ ചെയ്ത് വന്നാൽ എന്ത് വിളിക്കാം? മെറ്റാടാറസ് വാരസ് അല്ലേ? കമന്റ് ചോദ്യം വരും. ടോസും ഫിംഗേഴ്സ് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് മിഡ് ലൈൻ കർവേച്ചർ വന്നാൽ എന്ത് വിളിക്കാം? ടോസും എല്ലാ ഫിംഗേഴ്സ് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് മിഡ് ലൈൻ ഭാഗത്തോട് കർവേച്ചർ വന്നാൽ എന്ത് വിളിക്കാം? മെറ്റാടാറസ് വാരസ് എന്ന് വിളിക്കാം. മറക്കൽ ചോദ്യം വരും. ടോസും ഫിംഗേഴ്സും എല്ലാം കൂടെ ചേർന്ന് മിഡ് ലൈനിലോട്ട് ഒരു ഇൻവേർഡ് ആണോ? ഇൻവേർഡ് അല്ലേ? ഇൻവേർഡ് കർവേച്ചർ അല്ലേ? ഇൻവേർഡ് കർവേച്ചർ വന്നാൽ മെറ്റാടാറസ് വാരസ് വിളിക്കാം. ഇതേ സംഭവം തന്നെ ടോസ് എല്ലാം കൂടെ ചേർന്ന്
മിഡ് ലൈനിന്റെ പുറത്തോട്ട് പോയാൽ എന്ത് വിളിക്കാം? ഔട്ട്വേർഡ് പോയാൽ എന്ത് വിളിക്കാം? സെയിം സംഭവം തന്നെ. ടോസും ഈ പറഞ്ഞ ഫിംഗേഴ്സ് എല്ലാം കൂടെ മിഡിൽ കർവേഴ്സിൽ നിന്ന് പുറത്തോട്ട് പോയത് വിളിക്കാം മെറ്റാടാറസ് വാൽഗസ്. വാൽഗസും വാരസും തമ്മിൽ വ്യത്യാസം എന്താ? വാൽഗസും വാരസും തമ്മിൽ വ്യത്യാസം എന്താ? ഒറ്റ ഉത്തരം. ടോയും ഫിംഗർ എല്ലാം മിഡ്ലയിൽ നിന്ന് എങ്ങോട്ടാ? ഇൻവേർഡ് എന്ന് വിളിക്കാം. ടോയും ഫിംഗേഴ്സും എല്ലാം കൂടെ ഇൻവേർഡ് ബെൻഡിങ്ങിനെ പറയുന്ന പേരെന്താ? ഇൻവേർഡ് ആണെങ്കിൽ, ഇൻവേർഡ് കർവേഴ്സ് ആണെങ്കിൽ വാരസ് അല്ലേ? ഇൻവേർഡ് കർവേഴ്സ് ആണെങ്കിൽ വാരസ്. അതേ സംഭവം ടോയും ഫിംഗേഴ്സ് എല്ലാം കൂടെ മിഡ് ലൈനിന്റെ പുറത്തോട്ട് പോയാൽ ഔട്ട്വേർഡ് കർവേഴ്സ് എന്താ? ഔട്ട്വേർഡ് എന്താ? മെറ്റാടാറസ് വാൽഗസ്. ക്ലിയർ? 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 ഒരു ചാപ്റ്റർ ക്ലിയർ ആയി. അടുത്തൊരു ചാപ്റ്റർ ക്ലിയർ ആയി. അടുത്തൊരു ചാപ്റ്റർ ഒരു ചോദ്യം എല്ലാ എക്സാമിനും ചോദിക്കും. ഒരു ചോദ്യം എല്ലാ എക്സാമിനും ഇവിടെ ചോദ്യം വരും. ഓക്കെ, ഒരു ചോദ്യം എല്ലാ എക്സാമിനും ചോദ്യം ഉറപ്പാണ്. നമ്മൾ ഈ പറഞ്ഞ ആർക്കെങ്കിലും ഇനി ഞങ്ങൾക്ക് റെക്കോർഡിംഗ് ഇല്ലേ? ഇതുപോലുള്ള റെക്കോർഡിങ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യട്ടോ. ഇത് പീഡിയാട്രിക്കിനകത്ത് ഇത് ഹാർട്ട് നമ്മൾ സെപ്പറേറ്റ് പഠിക്കാറില്ലേ? ഹാർട്ട് അല്ല പഠിക്കാറില്ലേ? സർക്കിൾ പഠിക്കാറില്ലേ? ഹാർട്ട് സിമ്പിൾ പഠിക്കാറില്ലേ? സർക്കുലേഷൻ പഠിക്കാറില്ലേ സെപ്പറേറ്റ് ആയിട്ട്? അഡൽട്ട് പഠിക്കാറില്ലേ? അഡൽട്ടിൽ OBG പഠിക്കുക സർക്കുലേഷൻ. അഡൽട്ടിൽ OBG പഠിക്കുക സർക്കുലേഷൻ. ഫീറ്റൽ സർക്കുലേഷൻ പഠിക്കാറില്ല. പീഡിയാട്രിക്കിൽ ഉള്ള ഒരു കാര്യം, പീഡിയാട്രിക്കിൽ നിന്നും നമ്മൾ OBGയിലല്ലേ ഫീറ്റൽ സർക്കുലേഷൻ പഠിക്കുന്നത്? അല്ലേ? 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 സോ ഇതുവരെയുള്ള എത്ര ക്ലാസ് ആയി പീഡിയാട്രിക്ക്? കുറെ ആയല്ലോ. റെക്കോർഡിംഗ് എല്ലാം ഉണ്ട്, കയ്യിലുണ്ടല്ലോ. സോ നമുക്ക് അടുത്ത ക്ലാസ് OBG സ്റ്റാർട്ട് ചെയ്യാം. OBG വേണോ അതോ എൻഡോക്രൈൻ വേണോ അതോ സൈക്യാട്രി വേണോ? OBG, എൻഡോക്രൈൻ, സൈക്യാട്രി ഏത് വേണം? ഏത് വേണം? അടുത്ത ക്ലാസ്സിൽ OBG വേണോ എൻഡോക്രൈൻ വേണോ സൈക്യാട്രി വേണോ? OBG ആണോ? OBG ആണോ? സോ നമുക്ക് അടുത്ത ദിവസം കാണാം. ഇന്ന് ടുമാറോ വേണോ ഒരു ട്യൂസ്ഡേ വേണോ? ട്യൂസ്ഡേ സമയം കൂട്ടി വെക്കണം. ട്യൂസ്ഡേ സമയം കൂട്ടി വെക്കണോ? ട്യൂസ്ഡേ സമയം കൂട്ടി വെക്കണോ? കാരണം നാളെ നിങ്ങൾ സ്കൂളിലൊക്കെ ഇവിടെ പോകുന്നതല്ലേ? നാളെ സ്കൂൾ തുറന്ന ദിവസമല്ലേ? ദിവസമല്ലേ? അല്ലേ? നാളെ കുട്ടികളെ വിളിച്ചുകൊണ്ട് വരണം, കൊണ്ടാക്കണം, ഓടി വരണം, പഠിക്കണം. രാത്രി വെക്കട്ടെ? രാത്രി